റജബിന്റെ മാസത്തിൽ കൂടുതൽ നോമ്പെടുക്കുകയും കൂടുതൽ നമസ്കരിക്കുകയും ഖുർആൻ പാരായണം നടത്തുകയും അതേപോലെ ശഅബാനിന്റെ രാപ്പകലുകളെയും നോമ്പും നമസ്കാരവും കൊണ്ട് സജീവമാക്കുകയും ചെയ്യുമായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് കണ്ടുകൊണ്ട് അത്യാർത്തികൊണ്ട സഹാബാക്കൾ നബിയുടെ ചാരത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു, ഫിദാക അബീ വ ഉമ്മീ യാ റസൂലല്ലാഹ്, ഞങ്ങളുടെ ഉമ്മയും ബാപ്പയും അങ്ങേക്ക് അർപ്പണം. അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് ത്യാഗത്തോടുകൂടി അങ്ങ് റെസ്റ്റ് എടുക്കാതെ, അങ്ങ് വിശ്രമമില്ലാതെ രാപ്പകലുകൾ സജീവമാക്കുന്നല്ലോ നബിയേ. ഞങ്ങളും അതേപോലെ നോമ്പ് പിടിക്കുകയും ഞങ്ങൾ രാത്രി നിന്ന് നമസ്കരിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രവാചകനോട് ബഹുമാനപ്പെട്ട സഹാബാക്കൾ ചോദിച്ചപ്പോൾ, അതിന് നിങ്ങളെ കൊണ്ട് കഴിയില്ല സഹാബത്തെ. നിങ്ങൾ റമളാനിനെ വരവേൽക്കാൻ തയ്യാറെടുത്തോ. റജബുൽ തത്ഹീരിൽ ബദൻ, റജബുൽ തത്ഹീരിൽ ബദൻ, പാവങ്ങൾ നിറഞ്ഞ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളെയും ശുദ്ധീകരിക്കേണ്ട മാസമാണ് റജബ്. റജബുൽ തത്ഹീരിൽ ബദൻ വശഅബാനുൻ ലിതത്ഹീരിൽ ഖൽബ്, ഹൃദയത്തെ ശുദ്ധീകരിക്കേണ്ട മാസമാണ് ശഅബാൻ. ആ മാസത്തിലാണ് നാം ഏവരും ഒരുപാട് പാപങ്ങൾ ചെയ്ത് ഹൃദയങ്ങൾ പാപങ്ങൾ കൊണ്ട് മൂടിപ്പോയി. പ്രവാചകൻ പ്രതിവരിച്ചു പോയി, ഒരു മനുഷ്യനൊരു പാപം ചെയ്താൽ, ഒരു ദാസനൊരു തെറ്റ് ചെയ്താൽ അവന്റെ ഹൃദയത്തിൽ ഒരു പുള്ളി വീഴുമത്രേ, പാപത്തിന്റെ കറുപ്പ് വീഴുമത്രേ. ഇതേപോലെ നൂറുകണക്കിന് പാപം ചെയ്യുന്ന മനുഷ്യൻ നീണ്ട 11 മാസക്കാലത്തോളം പാപമാകുന്ന ഗട്ടറിന്റെ റോഡിലൂടെ സഞ്ചരിച്ച മനുഷ്യ മക്കളെ, നിങ്ങൾക്ക് സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും സഹിഷ്ണുതയുടെയും തേന്മാരിയിതാ അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് വേണ്ടി അറിയിച്ചു തരികയാണ്. ശഅബാൻ ലിതത്ഹീരിൽ ഖൽബ്, ഹൃദയത്തെ ശുദ്ധീകരിക്കുന്ന മാസമാണ് ശഅബാൻ. ലക്ഷക്കണക്കിന് പാപങ്ങൾ ചെയ്ത മനുഷ്യ മക്കൾക്ക് മാപ്പിരന്നാൽ അവന് പുറത്തു കൊടുക്കാൻ തൗബയുടെ വാതിലുകൾ തുറക്കപ്പെട്ടിരിക്കുന്ന മാസമാണ്. ആകാശമാരിയിൽ നിന്ന് റഹ്മത്തിന്റെയും മഗ്ഫിറത്തിന്റെയും തേന്മാരി പെയ്തിറങ്ങുന്ന മാസമാണ് ശഅബാൻ. പ്രവാചകന്റെ മാസമാണ്, പ്രവാചകന്റെ മാസമാണ്. പ്രവാചകൻ ഖൈറിനെ കുറിച്ച് പറഞ്ഞ മാസമാണ്. എന്തിനാണ് ശഅബാനിന് ശഅബാൻ എന്ന് പേര് വെച്ചത്? ലിഅന്നഹു യതശഅബു ഫീഹി ഖൈറുൻ കസീർ, ധാരാളം നന്മകൾ വ്യാപിപ്പിക്കുന്ന മാസമാണ് ഈ ശഅബാനിന്റെ മാസം. ഓരോ മിനിറ്റിനും ഓരോ നിമിഷത്തിനും ഓരോ സെക്കൻഡിനും അല്ലാഹുവിന്റെ അടുക്കൽ കൂലിയുള്ള മാസമാണ്. ഈ ഒരുമിച്ച് കൂടലിലും ഈ സദസ്സിലും ഈ സമ്മേളനത്തിനും ഈ സംഗമത്തിനും അല്ലാഹുവിന്റെ അടുക്കൽ ഉയർന്ന കൂലിയുള്ള മാസമാണ്. ഈ പ്രഭാഷണത്തിലും ഇത് കേൾക്കുന്നതിനും പറയുന്നതിനും പ്രവർത്തിക്കുന്നതിനുമെല്ലാം പടച്ച തമ്പുരാൻ ഈ മാസത്തിൽ ധാരാളം ഖൈറാത്തുകൾ വ്യാപിപ്പിക്കുന്ന മാസമാണ് ശഅബാനിന്റെ മാസം. മാത്രമല്ല, ഈ ഉപദേശ നിർദ്ദേശങ്ങൾ കേട്ടുകൊണ്ട് പാവങ്ങൾ കൊണ്ട് കറുത്തുപോയ മനുഷ്യ മനസ്സുകളെ തൗബ എന്ന വെള്ളം കൊണ്ട് കഴുകി ശുദ്ധീകരിക്കാനുള്ള മാസമാണ് ശഅബാനിന്റെ മാസം. അതാണ് റസൂൽ പഠിപ്പിച്ചത്. ശഅബാനുൽ ലിതത്ഹീരിൽ ഖൽബ്, ഹൃദയത്തെ ശുദ്ധീകരിക്കുന്ന മാസമാണ് ശഅബാൻ. വരുന്ന റമളാൻ എന്തിന്റെ മാസമാണ്? റമളാൻ. ആത്മാവേ, നിന്റെ ആത്മാവ് സംശുദ്ധീകരിച്ചാൽ മാത്രമേ ആകാശമാരിയിൽ നിന്നും മലക്കുകൾ ഇറങ്ങി വന്നുകൊണ്ട് യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാളിയതൻ മർളിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന മനുഷ്യൻ സ്വർഗമാണോ നരകമാണോ എന്നറിയാതെ വെപ്രാളപ്പെട്ടുകൊണ്ട് കഴിയുന്ന മനുഷ്യൻ, ആ മനുഷ്യന്റെ ഓരത്തിരുന്ന മക്കളതാ നെടുവീർപ്പിട്ട് കരയുന്നു, അലമുറയിട്ട് കരയുന്നു, പൊട്ടിക്കരയുന്നു. എന്റെ ബാപ്പ, എന്റെ ഭർത്താവ്, എന്റെ മകൻ, എന്റെ ഭാര്യ എന്നിൽ നിന്ന് വിട പറയുന്നതിന്റെ ഒരുക്കത്തിലാണ്. പക്ഷേ നീയും നിന്റെ മലക്കുകളുമായി ഭയങ്കരമായ ചർച്ചയിലാണ്, വല്ലാത്ത ചർച്ചയിലാണ്. ആ ചർച്ചയിൽ നിനക്ക് അനുകൂലമായ വിധി വേണമോ? ആ ചർച്ചയിൽ നിനക്ക് അനുകൂലമായ വിധി വേണമെങ്കിൽ ആകാശലോകത്തു നിന്നും മലക്കുകൾ ഇറങ്ങി വന്നുകൊണ്ട് നിന്റെ മുറിക്കകത്ത് നിന്റെ കട്ടിലിന്റെ ഓരത്തിരുന്നു കൊണ്ട് നിന്നോട് പറയും, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന, ആത്മാവ് നിറഞ്ഞ ശാന്തിയെ,
ആത്മാവ് അടഞ്ഞ ശാന്തിയെ, സമാധാനം പൂണ്ട ശാന്തിയെ, സമാധാനം പൂണ്ട ആത്മാവേ, നീ മടങ്ങുക, സമാധാനത്തോടെ മടങ്ങുക. വ്യാകുലപ്പെടേണ്ട, ദുഃഖിക്കേണ്ട, പ്രയാസപ്പെടേണ്ട, നിനക്കൊരു ബുദ്ധിമുട്ടുമില്ല, നിനക്കൊരു ബുദ്ധിമുട്ടുമില്ല എന്ന് നമ്മുടെ ആത്മാവിനെ നോക്കി മലക്കുൽ മൗത്ത് പറയണമെങ്കിൽ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, വരുന്ന റമളാൻ, വരുന്ന റമളാൻ, റമളാനുൽ തത്ഹീരിർ റൂഹ്, ആത്മാവിനെ ശുദ്ധീകരിക്കുന്ന മാസമാണ് റമളാൻ. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പാപങ്ങൾ ചെയ്ത മനുഷ്യരെ ദുഃഖിക്കേണ്ട, പ്രയാസപ്പെടേണ്ട. ആകാശത്തിന്റെ മഗ്ഫിറത്തിന്റെ റഹ്മത്തിന്റെ വാതിലുകൾ നിനക്ക് വേണ്ടി തുറക്കപ്പെടുന്ന മാസമാണ് റമളാൻ. പിശാചുക്കളെ ചങ്ങലയ്ക്ക് പൂട്ടപ്പെടുന്ന മാസമാണ് റമളാൻ. മുഷ്ക് കാണിക്കുന്ന പിശാചുകളെ ഒതുക്കിത്തള്ളുന്ന മാസമാണ് റമളാൻ. ഖബറുകൾ പ്രകാശിപ്പിക്കുന്ന മാസമാണ് റമളാൻ. ഖബറാളികളുടെ ശിക്ഷ ഇളവ് ചെയ്യുന്ന മാസമാണ് റമളാൻ. ഏത് പാവപ്പെട്ടവന്റെ കണ്ണുനീരിലും നരകത്തെ കെടുത്താൻ വേണ്ടി ആ കണ്ണുനീർ ഉപയോഗിക്കുന്ന മാസമാണ് റമളാൻ. റഹ്മത്തിന്റെ മാസമാണ് റമളാൻ. മഗ്ഫിറത്തിന്റെ മാസമാണ് റമളാൻ. ഇത്ഖും മിനൻ നീറാന്റെ മാസമാണ് റമളാൻ. ആ റമളാൻ നിങ്ങളിലേക്ക് സമാഗതമായാൽ വേണ്ടവണ്ണം ആദരിച്ചോ, ബഹുമാനിച്ചോ, അതിനെ നിങ്ങൾ പകലുകൾ കൊണ്ട് സജീവമാക്കിക്കോ. എങ്കിൽ നിങ്ങളുടെ ആത്മാവ് ശാന്തി അടയുമെന്ന് സയ്യിദുനാ വസനദുനാ വശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് രണ്ടാമത്തെ മാസത്തിലാണ്, പ്രവാചകന്റെ മാസത്തിലാണ്, കൽബിനെ ശുദ്ധീകരിക്കേണ്ട മാസത്തിലാണ്. കൽബിനെ ശുദ്ധീകരിക്കണമെങ്കിൽ അല്ലാഹുവുമായി നമുക്ക് അഭേദ്യമായ ബന്ധം വേണം. നബിയിലൂടെ അല്ലാഹുവിലേക്ക്. നബിയില്ലെങ്കിൽ നമ്മുടെ ഈ ഒരുമിച്ചുകൂടൽ ഉണ്ടാകുമോ? നബിതങ്ങളാണല്ലോ നമ്മളെ പരിചയപ്പെടുത്തിയത്. എന്താണ് ഇസ്ലാം, ആരാണ് അല്ലാഹ്, എന്താണ് ഏകത്വം, ആ അജയ്യ ശക്തിയെക്കുറിച്ച് പരിചയപ്പെടുത്തിയ നബിതങ്ങളിലൂടെയാണ് നമുക്ക് അല്ലാഹുവിനെ കണ്ടെത്താൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ആ നബിയുടെ മാസമാണ് ഈ ശഅബാൻ. അപ്പോൾ നബിതങ്ങൾ നമുക്ക് കുറെ ഉപദേശങ്ങൾ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നോടൊപ്പം സ്വർഗത്തിൽ വരണമെന്ന് ആഗ്രഹമുണ്ടോ? നിങ്ങളുടെ റൂഹ്, നിങ്ങളുടെ ആത്മാവ് ശാന്തി അടയണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? നിങ്ങളുടെ ഖബർ പ്രകാശിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? നാളെ എന്റെ ഹൗലുൽ കൗസറിൽ നിന്ന് എന്റെ പരിശുദ്ധ കൈകൊണ്ട് നിങ്ങൾ വെള്ളം വാങ്ങി കുടിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എന്നോടൊപ്പം നിങ്ങൾ അർശിന്റെ തണലിൽ സുജൂദിൽ കിടക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എന്നോടൊപ്പം നിങ്ങളും സ്വർഗത്തിലേക്ക് മാർച്ച് ചെയ്ത് കടന്നു വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ഞാൻ നിങ്ങൾക്ക് ചില ഉപദേശങ്ങൾ നൽകാം. അത് നിങ്ങളൊന്ന് കേൾക്കണേ, നിങ്ങളൊന്ന് കേൾക്കണേ. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ട് മനസ്സിലാക്കിയാൽ രക്ഷപ്പെട്ടു. അൽഹംദുലില്ലാഹ്. ഐ സദായി ജിബ്രീൽ തേരാ മഖാം ഹേ യഹി അഹ്ലെ ഫിറാഖ് കേ ലിയേ ഐശേ ദവാം ഹേ യഹി ഐ സദായി ജിബ്രീൽ തേരാ മഖാം ഹേ യഹി അഹ്ലെ ഫിറാഖ് കേ ലിയേ ഐശേ ദവാം ഹേ യഹി. പൊട്ടിപ്പോയ മനസ്സുകൾക്ക് പരിഹാരം. മാനവ ജീവിതത്തിന്റെ മുന്നിൽ കൊട്ടിയടക്കപ്പെട്ട വാതിലുകൾ പൊട്ടിക്കളഞ്ഞ റസൂൽ, ഛിന്ന ഭിന്നമാക്കിയ റസൂൽ, ത്യാഗത്തിന്റെ തീച്ചൂളയിൽ വെന്തുരുകപ്പെട്ട സഹാബാക്കളെ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും തേന്മാരി കൊണ്ട് കഴുകിയെടുത്ത റസൂൽ, മുക്കിയെടുത്ത റസൂൽ, പൊതിഞ്ഞ റസൂൽ. ആ റസൂൽ ഇതാ നമുക്ക് വേണ്ടി സമാധാനത്തിന്റെ വഴികൾ തുറന്നു തരികയാണ്. ശാന്തിയടയാത്ത ആത്മാവേ, നിന്റെ ആത്മാവ് ശാന്തിയടയാൻ അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് നൽകുന്ന ഉപദേശങ്ങൾ പടച്ച തമ്പുരാനിലേക്ക് നിങ്ങളെ അടുപ്പിക്കലാണ്, ചേർക്കലാണ്, നേരെ അല്ലാഹുവിലേക്ക്. ചിന്നി ചിതറിപ്പോയ മനുഷ്യമക്കളെ ഒരു തസ്ബീഹ് മണിയുടെ മുത്തുമാല പോലെ കോർത്തിണക്കിയ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ തങ്ങൾ, ആ ഒരു ഐക്യം, ആ ഒരു സാഹോദര്യം ഇന്ന് ദുനിയാവിൽ കാണുന്നുവെങ്കിൽ നാളെ ആഖിറത്തിലും ഇത് കാണണം. നബിതങ്ങൾ പറഞ്ഞതെന്താ? എന്റെ ഉമ്മത്തുകളുടെ ആധിക്യം കണ്ടിട്ട് ഞാൻ അവിടെ സന്തോഷിക്കുന്നു, അവിടെ ഞാൻ സന്തോഷിക്കുന്നു. അതുകൊണ്ട് നിങ്ങളെ വിവാഹം കഴിച്ചിട്ട് കൂടുതൽ കൂടുതൽ പ്രസവിച്ചോ, കൂടുതൽ കൂടുതൽ പ്രസവിച്ചവരെല്ലാം അല്ലാഹുവിനെ അനുസരിക്കുന്നവരായി മാറും. എങ്കിൽ ഞാൻ നിങ്ങളുടെ ആധിക്യം കണ്ടിട്ട് നാളെ സന്തോഷിക്കണം സ്വർഗത്തിൽ.
ഇന്ന് 1.5 കോടി 150ഓളം കോടി മുസ്ലിം സമുദായം ഇന്ന് ലോകത്തുണ്ട് എങ്കിൽ കഴിഞ്ഞ 1800 വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിന്റെ റസൂൽ 23 വർഷക്കാലം ത്യാഗം സഹിച്ച് നമുക്ക് ദീൻ പഠിപ്പിച്ചു തന്ന പ്രവാചകന്റെ ആ ഒരു വഴിയിലേക്ക് അണഞ്ഞ എത്രയെത്ര മുസ്ലിം സഹോദരി സഹോദരന്മാർ അള്ളാഹുവിന്റെ റസൂലിന്റെ അവസാനത്തെ സമയത്ത് പോലും ഈ ലോകത്തോട് വിട പറയുന്ന വേളയിൽ പോലും ബഹുമാനപ്പെട്ട പ്രവാചകൻ ആഗ്രഹിച്ചത് ഒരാൾ പോലും നാളെ നരകത്തിന്റെ അവകാശിയാകാൻ പാടില്ല, എല്ലാവരും എന്നോടൊപ്പം സ്വർഗത്തിൽ വരണം. ഇതാണ് പ്രവാചകൻ ഇഷ്ടപ്പെട്ടതെങ്കിൽ അതിനുള്ള മഹത്തായ വഴി അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ആ വഴിയിലൂടെ സഞ്ചരിക്കാൻ എന്റെ സുഹൃത്തുക്കളോട്, എന്റെ സഹോദരിമാരോട്, എന്റെ സഹോദരങ്ങളോട് ഞാൻ ആത്മാർത്ഥമായി ഉപദേശിക്കുകയാണ്. ഈ പറയുന്ന ഓരോ വാക്കുകളും പ്രവാചകന്റെ വാക്കുകളാണ്. അള്ളാഹുവിനെ അനുസരിക്കാൻ, പടച്ച തമ്പുരാനുമായി ബന്ധം സ്ഥാപിക്കാൻ, സ്വർഗത്തിൽ എത്തിപ്പെടാൻ, പ്രവാചകന്റെ ഹൗലിൽ നിന്ന് വെള്ളം കുടിക്കാൻ, അർശിന്റെ തണല് ലഭിക്കാൻ എന്താ വേണ്ടത്? ബഹുമാനപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് ചില മാർഗനിർദ്ദേശങ്ങൾ നൽകി ആ വഴിയിലൂടെ സഞ്ചരിക്കുക. അല്ലാഹു തആല നമ്മൾക്ക് ഏറ്റവും വലിയ അനുഗ്രഹമായി പടച്ചവൻ നമുക്ക് തന്നത്, വിശിഷ്യ മാനവ സമൂഹത്തിൽ നിന്ന് അല്ലാഹു നമ്മളെ വേർതിരിച്ച് പടച്ചവൻ നമുക്ക് തൗഫീഖ് ചെയ്തതിൽ വെച്ച് ഏറ്റവും വലിയ തൗഫീഖ്, ഏറ്റവും വലിയ അനുഗ്രഹം, ഏറ്റവും വലിയ നിഅമത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കേൾക്കുമ്പോൾ അവനെ ആരാധിക്കാനുള്ള മനസ്സ്, അവന് വേണ്ടി സുജൂദ് ചെയ്യാനുള്ള മനസ്സ്, അവന് വേണ്ടി നെറ്റിത്തടം സമർപ്പിക്കാനുള്ള മനസ്സ്, പ്രവാചകന്റെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലാനുള്ള മനസ്സ്, അതായത് നമ്മളെ ഒരു മുസ്ലിമാക്കി എന്നുള്ളതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. പക്ഷേ അത് മുസ്ലിമായി നമ്മൾ ജീവിക്കുന്നു, അൽഹംദുലില്ലാഹ്. പക്ഷേ മരിക്കുമ്പോൾ മുസ്ലിമായി മരിച്ചു കൊള്ളണമെന്നില്ല. ഇപ്പോൾ നമ്മൾ മുസ്ലിമായി ജീവിക്കുന്നു, അൽഹംദുലില്ലാഹ്. നമ്മുടെ പേരെല്ലാം റേഷൻ കാർഡിൽ മുസ്ലിം, പഞ്ചായത്തിൽ മുസ്ലിം, കോർപ്പറേഷനിൽ മുസ്ലിം, പള്ളിയുടെ രജിസ്റ്ററിൽ മുസ്ലിം, പള്ളിക്കൂടത്തിൽ മുസ്ലിം, എല്ലാം മുസ്ലിം. പക്ഷേ നമ്മൾ മരിച്ചു പോകുമ്പോഴും മുസ്ലിമായി തന്നെ മരിക്കണം. അതിനുള്ള പ്രയത്നമാണ് നാം നടത്തേണ്ടത്. അതിനെന്താണ് ഒരേ ഒരു മാർഗം, അള്ളാഹുവിന്റെ വിളിക്ക് നിങ്ങൾ ഉത്തരം നൽകുക. അള്ളാഹുവിന്റെ വിളിക്ക് നിങ്ങൾ ഉത്തരം നൽകുക. ആ വിളിക്ക് നിങ്ങൾ ഉത്തരം നൽകി കഴിഞ്ഞാൽ നിബിതങ്ങൾ പഠിപ്പിച്ച വഴിയിലൂടെ നിങ്ങൾക്ക് എത്തിപ്പെടാൻ കഴിയുകയും നാളെ നബിയുടെ ഹൗലുൽ കൗസറിന് വെള്ളം വാങ്ങി കുടിക്കാനും നാളെ ആ ജനകോടികളുടെ മുന്നിൽ നിന്ന് പരിശുദ്ധ പ്രവാചകൻ നമ്മളെ തെരഞ്ഞു പിടിച്ചെടുത്തു കൊണ്ടുപോകാൻ ഇതൊരു മാധ്യമമാണ്, ഇതൊരു കാരണമാണ്. അള്ളാഹുവിന്റെ വിളി ഏതാണ്? അതാണ് ഓരോ ദിവസവും പള്ളികളുടെ മിനാരങ്ങളിൽ നിന്ന് കേൾക്കുന്ന മണിമുത്തുകൾ, മധുരമായ മൊഴി. ഇത് മുസൽമാനെ മാത്രം സ്പെഷ്യലൈസ് ചെയ്ത് വിളിക്കുന്ന വിളിയാണ്. മുസ്ലിമീങ്ങളെ മാത്രം സ്പെഷ്യലായിട്ട് നിങ്ങൾ മാത്രം വരും എന്ന് പറഞ്ഞ് വിളിക്കുന്ന വിളിയാണ്. രാവിലെ വിളിക്കുന്നു, അവൻ ശ്രദ്ധിക്കുന്നില്ല. പിന്നെയും മണിക്കൂറുകൾ കഴിഞ്ഞ് വീണ്ടും വിളിക്കുന്നു, ഉച്ചയ്ക്ക് പിന്നെയും ശ്രദ്ധിക്കുന്നില്ല. പിന്നെയും കുറച്ചു കഴിഞ്ഞ് വിളിക്കുന്നു, അവൻ ശ്രദ്ധിക്കുന്നില്ല. പിന്നെയും വിളിക്കുന്നു, ശ്രദ്ധിക്കുന്നില്ല. പാതിരാ സമയത്ത് അവൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ, അവൻ ശയ്യയിലേക്ക് അടുക്കുമ്പോൾ വീണ്ടും അതാ മിനാരത്തിൽ നിന്ന് വിളിക്കുന്നു, സഹോദര നിന്റെ ഓട്ടം എങ്ങോട്ടാണ്? നിന്റെ പോക്ക് എങ്ങോട്ടാണ്? ഒന്ന് കടന്നു വാ. ഹയ്യാലസ് നമസ്കാരത്തിലേക്ക് നീ ഒന്ന് വാ. നിന്റെ നെറ്റിത്തടം എനിക്ക് വേണ്ടി ഒന്ന് സമർപ്പിക്ക്. അങ്ങനെ നീ സമർപ്പിച്ചാൽ നിന്റെ നെട്ടോട്ടത്തിന് പരിഹാരം ഞാൻ കാണാം. നിന്റെ ജീവിതത്തെ ഞാൻ വിജയത്തിലേക്ക് നയിക്കാം. നിന്റെ സമസ്ത മണ്ഡലങ്ങളും ഞാൻ നിനക്ക് അനുകൂലമാക്കി തരാം. പടച്ചവൻ പറയുകയാണ്, അതുകൊണ്ട് ആ വിളിക്ക് നിങ്ങൾ ഉത്തരം നൽകണേ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി നമ്മോട് പഠിപ്പിച്ച തത്വമാണ് എനിക്ക് നിങ്ങളോട് ഈ റസൂലുള്ളാന്റെ മാസത്തിൽ പറയാനുള്ളത്. അതിനാണല്ലോ നമ്മൾ ഉത്തരം നൽകാത്തത്. വാപ്പ വിളിച്ചാൽ ഉത്തരം നൽകും, സ്കൂളിൽ അധ്യാപകൻ വിളിച്ചാൽ ഉത്തരം നൽകും, പോലീസ് സ്റ്റേഷനിലേക്ക് രാവിലെ 10 മണിക്ക് വരണമെന്ന് പറഞ്ഞാൽ 9:45 അതിന്റെ പടിവാതിൽക്കൽ പോയി കാത്തുകെട്ടി നിൽക്കും. കോടതിയിലേക്ക് നിന്നെ ക്ഷണിച്ചാൽ നീ ആ ക്ഷണത്തിനും ഉത്തരം നൽകും. അതേപോലെ ഏത് ലോകത്ത് ഏത് ഭാഗത്ത് ദുനിയാവിന്റെ ആവശ്യത്തിന് നിന്നെ വിളിച്ചാൽ അതെല്ലാം കൃത്യനിഷ്ഠതയോടെ കൃത്യമായി തന്നെ നീ 1 മിനിറ്റ് നേരത്തെ എത്തുമെങ്കിൽ
എങ്കിൽ സഹോദര നിന്റെ ഈ ഓട്ടം ഒരു സമയത്ത് നിന്നു പോകും. ഒരു ദിവസം 22,222 പ്രാവശ്യം നീ ശ്വാസം എടുത്തു വിടുകയും ചെയ്യുന്നുവെങ്കിൽ ഒരുപക്ഷെ നിന്റെ യാത്രയിൽ ആ ശ്വാസത്തിന് അല്ലാഹു കടിഞ്ഞാണിടും. ഒരുപക്ഷെ നീ രാത്രി കിടന്നുറങ്ങുമ്പോൾ നേരം വെളുക്കുമ്പോൾ നിന്റെ ഭാര്യ നിന്റെ അടുക്കൽ ബെഡ് കാഫിയുമായി നിന്നെ വിളിക്കുമ്പോൾ അനക്കമില്ല. ഡോക്ടർ അതിനൊരു പേര് പറയും, സൈലന്റ് അറ്റാക്ക്. അങ്ങനെ നിന്റെ കടിഞ്ഞാണ് നിന്റെ ശ്വാസത്തിന് കടിഞ്ഞാണിടും. ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നീ കുഴഞ്ഞു വീഴും. രാവിലെ നിനക്ക് പ്രഭാത സവാരിക്ക് വേണ്ടി പള്ളിയിൽ നമസ്കാരം നടക്കുമ്പോൾ നിന്റെ അമിതമായ കൊഴുപ്പിന്റെ രോഗം നീ കുറയ്ക്കുന്നതിന് വേണ്ടി നീ കിലോമീറ്ററുകളോളം ഓടുമെങ്കിൽ സഹോദര, അവിടെ വെച്ച് തന്നെ അസ്രായീലിനെ അയച്ചുകൊണ്ട് നിന്റെ ഓട്ടത്തിന് ഞാൻ തിരശീലയിടും. പത്രത്തിൽ കാണാം, പ്രഭാത സവാരിക്കിടെ കുഴഞ്ഞു വീണു മരിച്ചു. പിന്നെ നിന്റെ ഓട്ടം എങ്ങോട്ടാണ്? നീയും അല്ലാഹുമായുള്ള മുനാജാത്താണ്, മലക്കുകളുമായുള്ള വാഗ്വാദമാണ്, ഖബറും നീയുമായുള്ള ജീവിതമാണ്. അവിടെ ആരും വരില്ല സഹോദര. നിനക്ക് എന്ത് ബുദ്ധിമുട്ട് ദുനിയാവിൽ വന്നാലും എപ്പോഴും നിനക്ക് വേണ്ടി കരയുകയും നിനക്ക് വേണ്ടി ജോലി ചെയ്യുകയും നിനക്ക് വേണ്ടി പണികളും നിനക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്യുകയും ചെയ്യുന്ന നിന്റെ സഹധർമ്മിണി പോലും ഖബറിന്റെ അരികിലേക്കോ ഖബറിന്റെ അകത്തളങ്ങളിലേക്കോ വന്ന് നിന്നെ ഒരു കൈ സഹായിക്കാൻ കഴിയില്ല. നിന്റെ സുഹൃത്തുക്കൾ, നിന്റെ സഹപ്രവർത്തകർ, നിന്റെ സഹയാത്രികർ, നിന്റെ സഹപാഠികൾ എല്ലാവരും പള്ളിക്കാട് വരെ വരും. നിന്നെ ആ കുഴിക്കകത്തേക്ക് ഇറക്കി വെക്കും. അവസാനമായി നിനക്ക് ചെയ്യുന്ന സമ്മാനം സഹോദര ഒന്നോർത്ത് നോക്കൂ. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ. എത്രത്തോളം അർത്ഥമുള്ള വാക്കാണിത്! നമ്മളെല്ലാം സമ്മതിക്കുന്ന കാര്യമല്ലേ? ദുനിയാവിന് വേണ്ടി നെട്ടോട്ടം ഓടുകയും ഒരു യുവാവിന് വേണ്ടി ജീവൻ പോലും കൊടുക്കാൻ തയ്യാറായ സുഹൃത്തുക്കളെ, സഹോദര, നിന്റെ സഹോദരൻ മരിച്ചു പോകുമ്പോൾ അവൻ മയ്യത്ത് കട്ടിലിൽ അവനെ കൊണ്ട് പള്ളിക്കാട്ടിലേക്ക് വലിച്ചെറിയുമ്പോൾ നീ അവന് നൽകുന്ന സമ്മാനം എന്തെന്നറിയുമോ സഹോദര? നീ ഇന്നലെ എന്നോടൊപ്പമായിരുന്നു യാത്ര ചെയ്തത്, എന്നോടൊപ്പം കളിച്ചിരുന്നു, എന്നോടൊപ്പം രസിച്ചിരുന്നു, എന്നോടൊപ്പം തമാശ പറഞ്ഞിരുന്നു, എന്നോടൊപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരുന്നു, എന്നോടൊപ്പം ഡിന്നർ കഴിച്ചിരുന്നു, എന്നോടൊപ്പം കളിച്ച് രസിച്ചിരുന്നു. പക്ഷേ നീ ഇപ്പോൾ ചേതനയറ്റ ശരീരമാണ്. എനിക്ക് നിന്നോടൊപ്പം വരാൻ കഴിയില്ല. ഇതാ എനിക്ക് ചെയ്യാനുള്ള സമ്മാനം. മിൻഹാ ഖലഖനാകും. മയ്യത്തടക്കുമ്പോൾ എല്ലാവരും മണ്ണ് വാരിയിടാറുണ്ട്. ഞാനും ശ്രദ്ധിച്ചിട്ടുണ്ട്. പല ഖബർസ്ഥാനുകളിലും ഓരോരുത്തർ പെട്ടെന്ന് 3 പിടി മണ്ണ് വാരിയിടും. എന്താ എന്റെ അർത്ഥം? പെട്ടെന്ന് എന്റെ വായിലോട്ട് മണ്ണ് വാരി ഇടുന്നത് പോലെ ഇങ്ങനെ പെട്ടെന്ന് വാരിയിട. അതാണോ എന്റെ അർത്ഥം? അങ്ങനെയാണോ? അർത്ഥത്തോടെ മനസ്സിലാക്കി മണ്ണ് വാരിയിട്. വെറുതെ അങ്ങോട്ട് വാരിയിടല്ലേ. മിൻഹാ ഖലഖനാകും. സഹോദര, ഈ മണ്ണിന്റെ കയ്യിലിരിക്കുന്ന മണ്ണുണ്ടല്ലോ, ഈ മണ്ണിൽ നിന്നാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. ഈ മണ്ണെടുത്ത് പിടിച്ചിരിക്കുന്ന എന്നെ സൃഷ്ടിച്ചത്. ആ മണ്ണിലേക്കാണ് മോനെ നിന്നെ ഇപ്പോൾ ഇറക്കി കിടത്തിയിരിക്കുന്നത്. കോടിക്കണക്കിന് രൂപ ചെലവ് ചെയ്ത് കോൺക്രീറ്റ് സൗധം നീ പടുത്തുയർത്തി, ആകാശമുട്ടെ അമ്പരചുംബികളായ കെട്ടിടങ്ങൾ നീ പടുത്തുയർത്തി. എന്റെ സഹോദര, നിന്റെ ശരീരത്തിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടപ്പോൾ അവിടുത്തെ ഏറ്റവും നല്ല ശീതീകരിച്ച മുറിയിൽ നിന്റെ ഈ ശരീരത്തെ ഒന്ന് സൂക്ഷിക്കാമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് സ്വീകരിക്കുമോ? ഇല്ല എങ്കിൽ കോടികളെയെല്ലാം കാലത്തിന്റെ ചവിട്ടുകൊട്ടയിലേക്ക് പുറങ്കാലുകൊണ്ട് തള്ളിക്കളഞ്ഞതിന് ശേഷം ഈ ആർക്കും വേണ്ടാത്ത മണ്ണറയിലേക്കാണ് നിന്റെ പോക്ക്. അതാണ് നീ രണ്ടാമത് പറയുന്നത്. ഹൈവേയുടെ സൈഡിൽ ലക്ഷക്കണക്കിന് രൂപ ഏറ്റവും കൂടിയ ഗ്രാനൈറ്റ് പൊതിഞ്ഞ് അതിൽ നീ അന്തിയുറങ്ങിയവനാണല്ലോ, അതിൽ നീ വിശ്രമിച്ചവനാണല്ലോ. പക്ഷേ നിന്റെ ഖബറിൽ അതേപോലെ ഒരു ഗ്രാനൈറ്റോ വിലപിടിച്ച കല്ല് പതിച്ചുകൊണ്ട് നിന്റെ മയ്യത്തിറക്കി വെക്കാൻ ഞങ്ങൾ അനുവദിക്കുന്നില്ല. അതിന് ഞങ്ങൾ തയ്യാറുമല്ല. നിന്റെ കുടുംബവും അതിന് തയ്യാറല്ല. സഹോദരാ, നിന്നെ ഈ മണ്ണിലേക്ക് തന്നെയാണ് ഞങ്ങൾ മടക്കി അയക്കുന്നത്. ഞങ്ങളിതാ പോകുന്നു. നാളെ ഒരു സമയം വരും. വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ. നാളെ ഇതേ ഖബറിൽ നിന്ന്
ഈ തെക്കേ പള്ളിയുടെ ഖബർസ്ഥാനിൽ നിന്ന് ഓരോരുത്തരെയും നാളെ ഉയർത്തെഴുന്നേൽപ്പിക്കും. ഈ 3 കാര്യം പറഞ്ഞുകൊണ്ടാണ് 3 പിടി മണ്ണ് ഈ മയ്യത്തിന്റെ മേലേക്ക് നാം വാരി എറിയേണ്ടത്. അങ്ങനെയാണ്. ആരെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടോ? അല്ല, ഇങ്ങനെ കൊണ്ട് വാരിയിടുക, ഇങ്ങനെ കൊണ്ട് പെട്ടെന്ന് വാരിയിടുക അല്ല, ഈ 3 പിടി ഇങ്ങനെ കൊണ്ട് വാരിയിടണം. ഈ പേരും പറഞ്ഞുകൊണ്ട് ഈ നിയ്യത്ത്, മിന്നാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റ, അർത്ഥവും മനസ്സിലാക്കി അങ്ങോട്ട് ഇട്ടാൽ, മണ്ണിനാൽ പടയിട്ടുള്ള നിന്നെ മണ്ണിലേക്കല്ലോ അയക്കുന്നു നിന്നെ, ആ മണ്ണിൽ നിന്നും വീണ്ടും ഉയരേകി അഹദവൻ നാളേകി വിളിക്കുന്നു നിന്നെ. നാളെ വിളിക്കും, നാളത്തേക്ക്. ഈ മണ്ണിൽ നിന്നാണ് നിന്നെ സൃഷ്ടിച്ചത്, ഇതിലേക്കാണ് നിന്നെ അങ്ങോട്ട് മടക്കുന്നത്. നാളെ അല്ലാഹു വിളിക്കുന്നതും ഈ മണ്ണിൽ നിന്ന് തന്നെയാണ്. അതുകൊണ്ട് ആ മണ്ണിനെ നീ ഒന്ന് ഓർക്കണം. നിന്റെ മയ്യത്ത് ആ ഖബറിലേക്ക് കൊണ്ടുവെക്കുമ്പോൾ ആദ്യമായി നിന്നോട് സംസാരിക്കുന്നത് മുൻകറല്ല നക്കീറല്ല, മുൻകറല്ല നക്കീറല്ല. നിങ്ങളെല്ലാവരും നിന്റെ സുഹൃത്തിനെ വലിച്ചെറിഞ്ഞിട്ട് പോകും സഹോദരാ. ഈ മയ്യത്ത് ഖബറിലേക്ക് കൊണ്ടുവെക്കപ്പെടുമ്പോൾ മയ്യത്തിനെ അല്ലാഹു എഴുന്നേൽപ്പിച്ചിരുത്തുമത്രേ. എഴുന്നേറ്റങ്ങനെ ഇരിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ ആ മയ്യത്തിന്റെ ഖബറിന്റെ അരികത്ത് നിന്ന് ഓരോരുത്തരും അവരിങ്ങനെ നടന്ന് സലാം ചൊല്ലി, അവർക്ക് അവസാനമായ ഒരു സലാം ചൊല്ലി നടന്നു നീങ്ങുമ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, യഅരിഫു യഅരിഫു നിആലഹും, അവരുടെ ചെരുപ്പിന്റെ അടിയുണ്ടല്ലോ, അവർ നടക്കുന്ന ഓരോ ചുവടുവെപ്പുമുണ്ടല്ലോ, അത് മുഴുവനും കേൾക്കാനുള്ള തൗഫീഖ് അല്ലാഹു ആ മയ്യത്തിന് നൽകും. അവനിങ്ങനെ യഖൂദു ഇരിക്കും, എന്നിട്ടിങ്ങനെ കേൾക്കും. എല്ലാവരും എന്നെ വിട്ടിട്ട് പോവുകയാണോ, എല്ലാവരും എന്നെ വിട്ടിട്ട് പോവുകയാണോ എന്ന് ഒറ്റയ്ക്കിരുന്ന് വേവലാതിപ്പെടുമ്പോൾ അവന്റെ ഖബറാണ്, അവന്റെ കുഴിയാണ്, അവന്റെ ഖബറാണ് ആദ്യമായി അവനോട് സംസാരിക്കുന്നത്. ആദ്യമായി മുൻകർ നക്കീർ വരുന്നതിന് മുമ്പേ ഈ ഖബർ അവനോട് സംസാരിക്കുമത്രേ. ഹുഫ്റത്തുഹു, തന്റെ കുഴി. എന്താ പറയാ വൈഹക് വൈഹക് യബ്ന ആദം, ആദമിന്റെ മോനെ നിനക്ക് നാശം, ആദമിന്റെ മോനെ നിനക്ക് നാശം, ആദമിന്റെ മോനെ നീ നശിച്ചത് തന്നെ, നീ നശിച്ചു പോകട്ടെ. വൈഹക് വൈഹക് ലൗ ഹുദ്ദിർതനി ലൗ ഹുദ്ദിർതനി, എന്നെ കുറിച്ച് നിന്നോട് ആരും പറഞ്ഞു തന്നില്ലേ, എന്നെ കുറിച്ച് ആരും നിന്നോട് ഓർമ്മിപ്പിച്ചില്ലേ, താക്കീത് ചെയ്തില്ലേ? എന്റെ ഞെരുക്കത്തെ സംബന്ധിച്ച്, എന്റെ ഇടുക്കത്തെ സംബന്ധിച്ച് ആരും നിന്നോട് പറഞ്ഞു തന്നില്ലേ, ആരും നിന്നോട് പറഞ്ഞു തന്നില്ലേ? ഞാൻ നിന്നെ ഞെരുക്കും, ഞാൻ നിന്നെ വേദനിപ്പിക്കും. ഞാൻ ഈ ഖബറെന്ന് പറയുന്നത് ദൂതാണ്. ദൂതി, എന്റെ പുഴുവിനെ കുറിച്ച് നിന്നോട് ആരും പറഞ്ഞു തന്നില്ലേ? എന്റെ ഭയാനകതയെ കുറിച്ച് നിന്നോട് ആരും ഉണർത്തി തന്നില്ലേ? ഞാൻ പുഴുവാണ്, ഞാൻ പുഴുവാണ്, ഞാൻ പാമ്പാണ്, ഞാൻ ഭയാനകത നിറഞ്ഞ വീടാണ്, ഞാൻ ഭയങ്കരമായ വീടാണ്. ഞാൻ നിന്നെ ഞെരുക്കിക്കളയും, ഞാൻ നിന്നെ കത്തിക്കാൻ പോവുകയാണ്, ഞാൻ നിന്നെ ബുദ്ധിമുട്ടിക്കാൻ പോവുകയാണ്. എന്നെ കുറിച്ച് എത്ര പേര് നിന്നോട് ഉപദേശിച്ചിട്ടും എന്തേ സഹോദര നീ അത് കേൾക്കാതെ പോയത്? അതുകൊണ്ട് വൈഹക്, നിനക്ക് നാശമുണ്ടാകട്ടെ. ഇതാണ് ഞാൻ നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന സമ്മാനം. പുഴു, പാമ്പ്, തേള്, തീ, ഞെരുക്കം. ഖബർ പറയാൻ ഞാൻ നിനക്ക് വേണ്ടി ഒരുക്കി വെച്ച സമ്മാനം ഇതാണ്. എന്നിട്ട് ഖബർ ചോദിക്കും, എനിക്ക് വേണ്ടി നീ എന്താ കൊണ്ടുവന്നത്? ഖബറിന്റെ ചോദ്യം അണ്ട് മറുപടി പറയും സുഹൃത്തുക്കളെ. കുറെ റീത്ത് മോളി ഇരിപ്പോണ്ട് പോയി എടുത്തോ, പറയാൻ പറ്റുമോ? അല്ലെ, എന്റെ സുഹൃത്തുക്കളും സ്വന്തക്കാരൊക്കെ പരിസരത്തെ കൊണ്ട് അതൊക്കെ പോയെടുത്തോ, അങ്ങനെയാണ് പറയാൻ പറ്റുക? എനിക്ക് വേണ്ടി നീ എന്താ കൊണ്ടുവന്നത് എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല, ഒന്നുമില്ല. ഖബറിന്റെ മുന്നിൽ നമുക്ക് മറുപടിയില്ല. അതുകൊണ്ട് ഓർത്തോ, ആ ഖബറിലേക്ക് പോയാൽ ആ ഖബറിലേക്ക് കുറെ യുവാക്കൾ ഓടിയെത്തും
സുസ്മേരവതരന്മാരായി ഓടിയെത്തിക്കൊണ്ട് നമ്മെ സമാശ്വസിപ്പിക്കുമെങ്കിൽ ആരാണ് അക്കൂട്ടരെന്നറിയുമോ? അള്ളാന്റെ വിളിക്ക് ഉത്തരം നൽകിയവരാണത്. അള്ളാന്റെ വിളിക്ക് ഉത്തരം നൽകിയവരാണത്. ആ ഖബറിലേക്കുള്ള ജീവിതം, ഖബർ മുതൽ അങ്ങോട്ടുള്ള ജീവിതം, അവിടെ വരെ എല്ലാവരും കാണും. അത് കഴിഞ്ഞാൽ സല്യൂട്ട് അടിച്ചിട്ട് എല്ലാവരും അങ്ങോട്ട് പോകും. പിന്നെയായി നീയും അള്ളാഹുവും മലക്കുകളും തമ്മിൽ. അത് മരിക്കാൻ തുടങ്ങുന്നിടം മുതലേ ഉണ്ട്. ഇൻഷാ അല്ലാഹ് അത് സമയമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. മരിക്കാൻ തുടങ്ങുന്ന സമയം മുതലുണ്ട്. വീട്ടിനകത്ത് വെച്ചേ ഉണ്ട് ഇവനുമായിട്ടുള്ള യുദ്ധം, വീട്ടിനകത്ത് വെച്ച് തന്നെയുണ്ട്. അതുകൊണ്ട് എന്താ പറഞ്ഞത് നബി തങ്ങള്? ഇതൊക്കെ സംഭവം ശരിയാണ്. ആദ്യമായി നിന്നോട് ഖബർ സംസാരിക്കും. ആ ഖബറിന് നീ മറുപടി കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അല്ലാഹു തആലയുടെ വിളിക്ക് നീ ഉത്തരം നൽകുക. അത് നൂറുദ്ദീന്റെ വിളിയല്ല, മോദീന്റെ വിളിയൊന്നുമല്ല, അത് അള്ളാന്റെ വിളിയാണത്. അത് അള്ളാന്റെ. നമ്മൾ വിചാരിക്കും നൂറുദ്ദീൻ സാഹിബിന് ജോലിയൊന്നുമില്ല, അതിന് ചുമ്മാ വിളിച്ചോണ്ട്. ഇല്ല ഇല്ല ഇല്ല, അള്ളാന്റെ വിളിയാണത്. അള്ളാന്റെ വിളിക്ക് ഉത്തരം നൽകിയില്ല എങ്കിൽ എന്താണ് അതിന്റെ പരിഹാരം? കേട്ടോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ സമിഅൽ മുനാദിയ ബിസ്സലാ മൻ സമിഅൽ മുനാദിയ ബിസ്സലാ ഫലം യംനഉഹു മിൻ ഇത്തിബാഇഹി ഉദ്റുൻ ഔ ഖൗഫുൻ ഖീല യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, വമൽ ഉദ്ർ, എന്താണ് കാരണം നബിയേ? മൻ സമിഅൽ മുനാദിയ ബിസ്സലാ, നമസ്കാരത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടു കഴിഞ്ഞാൽ ആ ക്ഷണിക്കുന്ന വ്യക്തിയുടെ ശബ്ദം നിങ്ങൾ കേട്ടുകഴിഞ്ഞാൽ ഫലം യംനഉഹു, അതിന് തടസ്സം നിന്നില്ല, ഇത്തിബാഇഹി, ആ നമസ്കാരത്തിലേക്ക് പോകുന്നതിന്, പള്ളിയിലേക്ക് പോകുന്നതിന് തടസ്സം നിന്നില്ല. ഉദുറുൻ, ഒരു കാരണം. ഖീല, ചോദിക്കപ്പെട്ടു, വമൽ ഉദുറു യാ റസൂലല്ലാഹ്, എന്താണ് നബിയെ ആ ഉദുർ? ഒന്ന് പറഞ്ഞു തരുമോ ഹബീബേ? ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, രണ്ട് കാരണം മാത്രമേ ഉള്ളൂ സഹോദര. പള്ളിയിലെ മിനാരത്തിന്റെ സമുച്ചയത്തിൽ നിന്ന് ബാങ്കിന്റെ മധുരമായ മൊഴി കേൾക്കുമ്പോൾ അതിനുത്തരം നൽകേണ്ടാത്തവർ വീട്ടിൽ തന്നെ നമസ്കരിച്ചാൽ മതി. അവർ രണ്ട് ഗ്രൂപ്പുകാരാണ്. അത് റസൂലുള്ള പഠിപ്പിച്ചു തരുന്നു. ഉദുർ എന്ന് പറഞ്ഞാൽ മറളുൻ ഔ ഖൗഫുൻ, അത്യാഹിതമായ രോഗമാണ്. നടന്ന് പള്ളിയിലേക്ക് വരാൻ കഴിയാത്ത രോഗമാണ്. നമസ്കരിക്കാൻ അവന് പറ്റാത്ത അസ്വസ്ഥതയാണ്. നിന്ന് നമസ്കരിക്കണ്ടായിരുന്നെങ്കിൽ നമസ്കരിച്ചോ. നടന്ന് പള്ളിയിൽ വരണ്ട. കാറുണ്ടല്ലോ, ഒരു വാഹനമല്ല 9 വാഹനമുള്ളവരാണ് ഇന്ന് നമ്മൾ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഫലം യംനഉഹു, അവനൊരു തടസ്സവും ഉണ്ടായില്ല, മിൻ ഇത്തിബാഇഹി, പള്ളിയിലേക്ക് വരുന്നതിന്, ഖൗഫുൻ, ഭയമോ, മർളുൻ, രോഗമോ, ഈ 2 കാര്യം അവന് സംഭവിക്കാതെ പള്ളിയിൽ നിന്ന് വിളിക്കുന്ന ബാങ്കിന്റെ മധുരമായ മൊഴിക്ക് ഉത്തരം നൽകാതെ വീട്ടിൽ നമസ്കരിച്ചാൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ലം തുഖബൽ മിൻഹു സ്വലാ അല്ലതി സ്വല്ലാ ഫീഹി, യാനി ഫീ ബൈതിഹി, ആ ബാങ്കിന്റെ വിളി കേട്ടിട്ട് പള്ളിയിൽ വന്ന് നമസ്കരിക്കാതെ വീട്ടിൽ തന്നെ നമസ്കരിച്ച മുസ്ലിം സഹോദര, നിന്റെ നമസ്കാരം പൂർത്തിയല്ല, നിന്റെ നമസ്കാരം കമാലിയത്തിലെത്തുകയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ അഹ്മദ് മുജ്തബ സയ്യിദുൽ വറാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലം തുഖബൽ മിൻഹു സ്വലാ. ഹദീസ് ഓതിക്കൊണ്ടാണ് ഞാൻ പറയുന്നത്. അബൂബക്കറിന്റെ ഒരു വാക്കും ഇതിനകത്തില്ല. പുന്നാര ഹബീബിന്റെ വാക്കാണ്. ഏത് നമസ്കാരം? അല്ലതി സ്വല്ലാ ഫീഹി, യാനി ഫീ ബൈതിഹി, അവന്റെ വീട്ടിൽ അവൻ നമസ്കരിച്ച നമസ്കാരമുണ്ടല്ലോ, ആ നമസ്കാരം അല്ലാഹു സ്വീകരിക്കുകയില്ല. മയ്യത്ത് കൊണ്ട് വെക്കോടനെ ആള് വരണമല്ലോ നിന്നെ സ്വീകരിക്കാൻ. അപ്പൊ ആ സ്വീകരണ മുറിയിൽ നിന്നെ സന്തോഷത്തോടെ സ്വീകരിക്കണമെങ്കിൽ ഇപ്പൊ ഈ സ്വീകരിക്കാൻ വേണ്ടി അള്ളാഹു വിളിക്കുമ്പോ അതും കൂടെ നീ ഒന്ന് നോക്കുന്നു, പരിഗണിക്ക്. ചില കാരണങ്ങൾ നമ്മൾ പറയും. പള്ളി ദൂരെയാണ്, കണ്ണ് കാണൂല, പൊട്ടക്കണ്ണനാണ്, രോഗിയാണ്, നടക്കാൻ പറ്റൂല എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? എങ്കിൽ ഇതാ റസൂലുള്ള വീണ്ടും പഠിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട സഹാബാക്കൾ റിപ്പോർട്ട് ചെയ്യുകയാണ്, അന്ന റജുലൻ അഅമ, ഒരന്ധനായ സഹാബി ജാഅ ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ സവിധത്തിലേക്ക് വന്നുകൊണ്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ,
ഇന്നി അബാന വറീറുൽ ബസായിർ, എനിക്ക് കാഴ്ച കുറഞ്ഞ വ്യക്തിയാണ്. ലൈസ ലീ ഖായിദുൻ യഖൂദുനി ഇലൽ മസ്ജിദ്, എന്നെ പള്ളിയിലേക്ക് കൊണ്ടുവരാൻ കൂട്ടിക്കൊണ്ടുവരാൻ ആരുമില്ല നബിയേ. എനിക്ക് വാഹനമുണ്ടായിരിക്കാം, പക്ഷേ ആ വാഹനത്തെ ഒന്ന് ഓടിക്കാനും നിയന്ത്രിക്കാനും ആരുമില്ല നബിയേ. മാത്രമല്ല വാന വറീറുൽ ബസായിർ, കണ്ണ് കാഴ്ച കുറഞ്ഞ വ്യക്തിയുമാണ് ഞാൻ. അതുകൊണ്ട് നബിയേ എന്റെ വീട്ടിൽ എനിക്ക് നമസ്കരിക്കാൻ വല്ല അനുവാദവുമുണ്ടോ യാ റസൂലല്ലാഹ് എന്ന് അന്ധനായ സഹാബി നബി തങ്ങളോട് ചോദിക്കുകയാണ്. എനിക്ക് എന്തെങ്കിലും ഒരു ചാൻസ്, ഒരു എക്സ്ക്യൂസ് ഉണ്ടോ? എന്റെ വീട്ടിൽ എനിക്ക് നമസ്കരിക്കാൻ എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടോ? നബി തങ്ങൾ പറഞ്ഞു നഅം ഫറഖസ ലഹു, ഉണ്ട് എന്ന് പറഞ്ഞ് അനുവാദം കൊടുത്തുവിട്ടു. ഫലമ്മാ വല്ലാ, അദ്ദേഹം നബിയുടെ ഹദറത്തിൽ നിന്നും മടങ്ങി അങ്ങോട്ട് നീങ്ങേണ്ട താമസം ജിബ്രീൽ ഇറങ്ങി വന്നുകൊണ്ട് പറഞ്ഞു, മുഹമ്മദേ, പറഞ്ഞു കൊടുക്കൂ മുഹമ്മദേ, ഇല്ല മുഹമ്മദേ, ഇല്ല മുഹമ്മദേ എന്ന് പറയൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ സവിധത്തിൽ നിന്ന് മടങ്ങിപ്പോയ അന്ധനായ സഹാബിയെ നബി തങ്ങൾ വിളിപ്പിക്കുകയാണ്. ഏ സഹോദര, ഓടി വരൂ സഹോദര. ഓടി റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു, ഹൽ തസ്മഉൻ നിദാ, ബാങ്കുവിളി കേൾക്കുവോ? ബാങ്കുവിളി കേൾക്കുവോ? ഖാല നഅം, കേൾക്കാൻ നബിയേ. ഫഅജിബ്, മറുപടി നൽക്, മറുപടി നൽക്. വീട്ടിൽ നമസ്കരിക്കൽ അനുവാദമില്ല. ആര്? കണ്ണ് കാണാത്ത സഹാബി. ഇന്ന് നമുക്ക് ഷോർട്ട് സൈറ്റുമില്ല, ലോങ് സൈറ്റിന് കുറവുമില്ല, നല്ല കാഴ്ചയുള്ളവരാണ്. ബാങ്ക് വിളിക്കുമ്പോൾ അലസതയോടുകൂടി പള്ളിമുക്കിൽ കിടന്ന് വട്ടം തിരിയുന്ന സഹോദര, യുവാക്കളെ, ഈ വിളിക്ക് നിങ്ങൾ ഉത്തരം നൽകിയില്ലെങ്കിൽ ഖബർ വരെ നിന്റെ കുടുംബക്കാർ വരും. അത് കഴിഞ്ഞ് പിന്നെ ആരും അങ്ങോട്ട് വരില്ല. റൂഹ് പിടിക്കുന്നതും കൂടെ പറഞ്ഞു തരാം. എങ്ങനെയാണ് ഇവന്റെ റൂഹ് പിടിക്കുക എന്ന് പുറകോട്ട് പോകട്ടെ, കുറെ വിഷയങ്ങൾ ചർച്ച ചെയ്യട്ടെ. ബഹുമാനമുള്ള സഹോദര, വീണ്ടും ഒരു സഹാബി വരുന്നു. ആര്? ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അംർ ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു. ഉമ്മി മക്തൂമിന്റെ മകൻ നബിയുടെ അടുക്കലേക്ക് വരികയാണ്. ജാഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദറത്തിൽ വന്നിട്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഇന്നൽ മദീനത കസീറത്തുൽ ഹവാമി വസ്സിബാ വഅന വരീറുൽ ബസായിർ വശാസിഉദ് ദാർ വശാസിഉദ് ദാർ. നബിയേ, 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 നമ്മുടെ മദീന പട്ടണങ്ങളെല്ലാം, നമ്മുടെ നാടെല്ലാം ഭയങ്കരമായ ഹിംസ്ര ജന്തുക്കളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. വന്യമൃഗങ്ങൾ. നമ്മുടെ നാട്ടിൽ, നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പേപ്പട്ടി. സുബഹിക്ക് പള്ളിയിൽ വരാൻ പറ്റൂല. രാവിലെ ഓരോരുത്തർ പറയല്ലോ പള്ളി വരാൻ പറ്റില്ല, സുബഹിക്ക് ഭയങ്കരമായ പട്ടി, റോഡ് മുഴുവനും പട്ടി നിറഞ്ഞിരിക്കുകയാണ്. ഇതേപോലെ ബഹുമാനപ്പെട്ട അന്ധനായ സഹാബി നബി തങ്ങളുടെ അടുക്കലേക്ക് വന്നിട്ട് അറിയാം, നമ്മുടെ നാട് മുഴുവനും വന്യമൃഗങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല മാനശാസ്യഉദ്ദാർ, എന്റെ വീടോ അങ്ങ് ദൂരത്തിലാണ്. ഞാനിവിടെ പള്ളിമുക്കിലാണ് താമസിക്കുന്നെങ്കിലും പള്ളിമുക്കാണ് പള്ളി, പള്ളിമുക്കിലാണ് പള്ളി എങ്കിൽ ഞാൻ താമസിക്കുന്നത് അങ്ങ് കുറച്ചങ്ങോട്ട് ദൂരത്തിലാണ്. രാവിലെ എങ്ങനെയാ നബിയെ പള്ളിയിലേക്ക് വരിക? എനിക്ക് വല്ല എക്സ്ക്യൂസും ഉണ്ടോ നബിയെ? അന്നുസല്ലിയ ഫീ ബൈതി, എന്റെ വീട്ടിൽ നമസ്കരിക്കാൻ എനിക്ക് വല്ല അനുവാദവുമുണ്ടോ? യാ റസൂലല്ലാഹ്. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഹൽ ചോദിക്കുകയാണ്, ഹൽ തസ്മഉ ഹയ്യ അലസ് സലാ വ ഹയ്യ അലൽ ഫലാഹ്. ഹയ്യ അലസ് സലാ എന്നും ഹയ്യ അലൽ ഫലാഹ് എന്നും മുഅദ്ദിൻ വിളിക്കുമ്പോ കേൾക്കാൻ പറ്റുമോ? കേൾക്കാൻ പറ്റുമോ? ഖാല, അദ്ദേഹം പറഞ്ഞു, നഅം, പറ്റും. എങ്കിൽ റസൂലുള്ളാഹി പറഞ്ഞു, ഫഅജിബ് ഫഹയ്യ ഹലാ. ഹല ഹല അറബികൾ വിളിക്കല്ലോ, വാ വാ ഹല ഹല എന്ന് വിളിക്കുന്ന പോലെ അല്ലാഹുവിന്റെ റസൂൽ പറയാ, ഫഹയ്യ ഹലാ. അതിന് മറുപടി നൽകണം. നിന്റെ വീട് വിദൂരമാകട്ടെ, റോഡിൽ പേപ്പട്ടി നിറഞ്ഞു കിടക്കട്ടെ, നിന്റെ കണ്ണിന് കാഴ്ച കുറഞ്ഞിരിക്കട്ടെ, നീ നേരെ പള്ളിയിലേക്ക് വന്നോ, പള്ളിയിലേക്ക് വന്നോ. നമുക്ക് അങ്ങനത്തെ കുഴപ്പം വല്ലതും ഉണ്ടോ? പള്ളിയുടെ തൊട്ടടുത്ത് കിടന്നുറങ്ങൂലേ? പള്ളിയുടെ തൊട്ടടുത്ത് കിടന്നുറങ്ങിട്ട് ബാങ്ക് വിളിച്ച പള്ളിയിൽ കയറുവോ? ഇതാരോടാ ഈ പറയുന്ന? ഹദീസ കേട്ട് മനസ്സിലാക്ക്. ഖബറിനകത്ത് രക്ഷ വേണമെങ്കിൽ
അതാണല്ലോ ഈ മാസത്തിൽ നമ്മൾ പറയേണ്ടത്. പിന്നെ എവിടുത്തെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്? ഇവിടെ എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ അങ്ങോട്ട് പോകും. ഒരു പാവപ്പെട്ടവരുണ്ടെങ്കിൽ 10 പേര് പിരിവൊക്കെ എടുത്ത് ഇന്നങ്ങനെ രക്ഷപ്പെടുത്തും. ഇനി കല്യാണം കഴിക്കാൻ മുറ്റി നിൽക്കുന്ന പെണ്ണാണ്, എങ്ങനെയെങ്കിലുമൊക്കെ പിരിവെടുത്ത് ഇന്നങ്ങനെ രക്ഷപ്പെടുത്തും. നീ ഇവിടെ ആക്സിഡന്റ് ആയിട്ട് കിടന്ന് നാട്ടുകാരൊക്കെ ഓടിക്കൂടി നിന്നെ അങ്ങോട്ട് കൊണ്ടുപോകും. നിന്റെ 2 കിഡ്നിയും പോയി, പൈസ ഇല്ല, നാട്ടുകാരൊക്കെ നിന്നെ സഹായിക്കും. എല്ലാ നിലയ്ക്കും ദുനിയാവിൽ നിന്നെ സഹായിക്കാൻ ആളുണ്ട്. പക്ഷേ ഖബറിലോട്ട് കൊണ്ടുവച്ചു കഴിഞ്ഞാൽ ദുആ അല്ലാതെ വേറെ ഒരു വഴിയും നമുക്കില്ല. ആ ദുആ സ്വീകരിക്കണമെങ്കിലും അല്ലാഹുവിന്റെ റസൂൽ ചില മാനദണ്ഡങ്ങൾ അതിനും വെച്ചിട്ടുണ്ട്. വെറുതെ അങ്ങോട്ട് എല്ലാവരും എന്ത് തെമ്മാടിത്തരവും കാണിച്ചിട്ട് മരിച്ചു കഴിഞ്ഞിട്ട് അങ്ങനെ ദുആ ചെയ്താ പിന്നെ രസമല്ലേ അത്? അങ്ങനെ അങ്ങോട്ട് ദുആ ചെയ്താൽ രക്ഷപ്പെട്ടുമെന്നും കിട്ടുമെന്ന് നമുക്ക് വല്ല പ്രതീക്ഷ ഉണ്ടോ? അത് അല്ലാഹു തീരുമാനിക്കണം. പടച്ചവനാണ് അത് തീരുമാനിക്കേണ്ടത്. അവൻ ഗഫാറാണ്, അവൻ റഹ്മാനാണ്, അവൻ റഹീമാണത്. അല്ലാഹു തആല നമ്മുടെ ഖബർ പ്രകാശിപ്പിക്കട്ടെ, വിശാലമാക്കി തരട്ടെ. അതുകൊണ്ട് ബഹുമാനപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, 2 അന്ധന്മാര് വന്നപ്പോഴും നാട്ടിൽ നിറച്ചും പ്രശ്നങ്ങൾ. അതുകൊണ്ട് പള്ളിയിൽ വരണോ വീട്ടിൽ നമസ്കരിക്കാവോ എന്ന് ചോദിച്ചപ്പോ ഒരു രക്ഷയുമില്ല. അല്ലാഹു തആല ആ ബാങ്കിന് മറുപടി നൽകാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മളെല്ലാവരും ബാങ്കിന് മറുപടി നൽകും. എന്ത്? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. നമ്മൾ വീട്ടിൽ ഇരുന്നുണ്ട് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. എല്ലാം ഉഷാറായിട്ട് വീട്ടിൽ ഇരുന്ന് ഇങ്ങനെ മറുപടി നൽകുക. ആ മറുപടി അല്ല ഇത്. ആ മറുപടി അല്ല ഇജാബത്ത്. നേരെ അങ്ങോട്ട് വിളിച്ചോ, അങ്ങോട്ട് വിട്ടോ. എന്നിട്ട് റസൂലുള്ള വീണ്ടും ചോദിക്കുകയാണ്, ലാ സ്വലാത്ത ലിജാരിൽ മസ്ജിദ് ഇല്ലാ ഫിൽ മസ്ജിദ്. പള്ളിയുടെ അടുത്ത് താമസിക്കുന്നവർക്ക് പള്ളിയിലല്ലാതെ നമസ്കാരമില്ല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. വഖീല, സഹാബാക്കൾ ചോദിക്കുകയാണ് നബിയോട്, നബി തങ്ങളെ മൻജാറുൽ മസ്ജിദ്, ആരായി പള്ളിയുടെ അടുത്ത് താമസിക്കുന്നവര്? മൻജാറുൽ, എന്താ സുഹൃത്തെ ആലോചിച്ച് നോക്ക്. ഒരു വിഷയം പോലും നബി വിട്ടിട്ട് പോയിട്ടില്ല. ആരാ ഈ പള്ളിയുടെ അടുത്ത് താമസിക്കുന്നവർ? മൻജാറുൽ മസ്ജിദ് യാ റസൂലല്ലാഹ്. ആരാണ് നബിയെ പള്ളിയുടെ അടുത്ത് താമസിക്കുന്നവർ? ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ജാറുൽ മസ്ജിദ്, പള്ളിയുടെ അടുത്ത് താമസിക്കുന്നവർ അല്ലദീന യസ്മഊനൽ അദാൻ ഹയ്യ അലസ് സ്വലാഹ് ഹയ്യ അലൽ ഫലാഹ് എന്ന് മുഅല്ലിൻ വിളിക്കുമ്പോൾ ആ വിളി ബാങ്ക് കേൾക്കുന്ന സഹോദരങ്ങളാണ് പള്ളിയുടെ അടുത്ത് താമസിക്കുന്നവർ. ഇന്ന് കേൾക്കാമല്ലോ, ഇന്നങ്ങ് മുകളിലാണല്ലോ. ഇവിടുന്ന് 1 കിലോമീറ്റർ അപ്പുറത്താണെങ്കിൽ ഏതെങ്കിലുമൊക്കെ പള്ളിയുടെ ബാങ്ക് നമുക്ക് കേൾക്കാം. അപ്പൊ ഏതെങ്കിലുമൊക്കെ പള്ളിയുടെ ബാങ്ക് കേൾക്കുമ്പോ ആ പള്ളിയിൽ തന്നെ പോയി നമസ്കരിക്കണം എന്നാണ് ബഹുമാനപ്പെട്ട പ്രവാചകൻ പറഞ്ഞതിന്റെ ലക്ഷ്യം. ഇനി നീ കേട്ടില്ല, നിനക്ക് അല്ലാഹു കാത് തന്നിട്ട് നീ ബാങ്ക് കേട്ടിട്ട് കേൾക്കാത്ത മാതിരി നീ നടിച്ചു, എന്താ നിന്റെ ശിക്ഷ? ഖാലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ലഅൻ തംതലിയ ഉദ്നാ ഇബ്നി ആദമ റുസാസം മുദാബൻ ഖൈറുൻ ലഹു മിൻ അൻ യസ്മാ ഹയ്യ അലസ് സ്വലാഹ് വ ഹയ്യ അലൽ ഫലാഹ് ثم لا يجيب. قال النبي صلى الله عليه وسلم, ആദമിന്റെ മക്കളുടെ 2 കാതിലും സ്ഫടിക കട്ടികൾ ഉരുക്കി ഒഴിക്കലാണ് ശ്രേഷ്ഠം. സ്ഫടികം അതങ്ങോട്ട് കത്താൻ പാടാ. ഉരുകി കഴിഞ്ഞാൽ അതിന്റെ ചൂട് ഭയങ്കരം തന്നെ. അതങ്ങോട്ട് ഉരുക്കി ഒഴിക്കലാണ് ആദമിന്റെ മക്കളുടെ 2 കാതിലും അഭികാമ്യം, ശ്രേഷ്ഠം. ഇതിനേക്കാൾ ഖൈറുൽ ലഹു, ശ്രേഷ്ഠം അതാണ്. മിൻ യസ്മാ ഹയ്യ അലസ് സ്വലാഹ് ഹയ്യ അലൽ ഫലാഹ് ثم لا يجيب. ഹയ്യ അലസ് സ്വലാഹ് എന്നവൻ കേട്ടു, ഹയ്യ അലൽ ഫലാഹ് എന്നവൻ കേട്ടു. ثم لا يجيب, ആ വിളിക്കവൻ ഉത്തരം നൽകുന്നില്ല എങ്കിൽ ആദമിന്റെ മോനെ, നിന്റെ 2 കാതിലും സ്ഫടികക്കട്ടികൾ ഉരുക്കി ഒഴിച്ചോ, അത് തന്നെയാണ് ശ്രേഷ്ഠം. ഇല്ലയെങ്കിൽ നാളെ അല്ലാഹു അത് ഉരുക്കി ഒഴിക്കും എന്നാണ് നബിതങ്ങൾ പറഞ്ഞതിന്റെ സാരം. പടച്ചവൻ കാക്കട്ടെ. എന്തിനാ ചെവി തന്നത്?
ചെവിയോ എന്നൊക്കെ പാട്ട് മൊബൈല് പോക്കറ്റ് ഇട്ടിട്ട് ഫിറ്റ് ഇതിനകത്തോട്ട് ചെയ്തോണ്ടല്ലേ അങ്ങ് അകത്തോട്ട് കയറട്ടെ. ഇങ്ങനെ വണ്ടി ഓടിച്ചോണ്ട് പോകുമ്പോൾ അവ ഇങ്ങനെ കുലുങ്ങി പോകുന്ന കാണാം. ചിലരൊക്കെ വണ്ടി ഇരിക്കുമ്പോൾ ഇങ്ങനെ നിൽക്കറില്ലെന്ന് കാണാം. നമ്മളൊക്കെ ഈ ഹൽവത്തിൽ നിൽക്കറില്ലെന്നേ കണ്ടിട്ടുള്ളൂ. ഇവ എന്താളപ്പ ഇങ്ങനെ നോക്കുമ്പോണ്ടാ രണ്ട് സുന്ദരിപ്പ് ഇതിനകത്തോടെ ഇങ്ങനെ ചെയ്തിരിക്കുകയാണ്. ഇവ ഇതിങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുക. ആട്ടിക്കോ, നാളെ ഇതിനകത്തോട്ട് അങ്ങോട്ട് അങ്ങോട്ട് ഒഴിക്കും. ഇതിനകത്തോട്ട് ഒഴിക്കുമ്പോ വിളിച്ചു പോകും, നിലവിളിക്കും. ആരും തിരിഞ്ഞു നോക്കൂല. പിന്നെയും ചില കാര്യങ്ങൾക്ക് വേണ്ടി ചെവി നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ആരാണ്ട് ഫിത്ന പറയുമ്പോൾ അവിടെ നിന്ന് ആരെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ പതുക്കെ ക്ഷണിക്കപ്പെടാത്തത് അതിഥി ക്ഷണിഞ്ഞു ചെല്ലുന്ന പോലെ ഇങ്ങനെ പതുക്കെ അങ്ങോട്ട് കയറി അവിടെ ചെന്ന് ഇങ്ങനെ കിബില തെറ്റി തിരിഞ്ഞിരിക്കും. കാരണം ചെവി അവന്റെ ഭാഗത്തേക്ക് നോക്കുന്നത് ഇങ്ങോട്ടാണ്. ഏതെങ്കിലും ഒരു പുരുഷൻ അവരുടെ സംസാരം കേൾക്കുന്നതിന് വേണ്ടി അവൻ ചെവി കൊടുത്തു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല യുസബ്ബു ഫീ ഉദ്നിഹി അല്ലാനിക്, അല്ലാഹു ഈയ ഒഴിച്ച് അവന്റെ ചെവിയിലേക്ക് ഈയം ഒഴിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അവന്റെ ആരാന്റെ അനുവാദമില്ലാതെ അവര് സംസാരിക്കുന്നത് കേൾക്കാൻ വേണ്ടി അത് ഫിത്ന, ഫസാദ്, ഗീബത്ത്, നമീമത്ത്, ഏഷണി, പരദൂഷണം എന്തുമാകട്ടെ, സുബ്ബ ഫീ ഉദ്നൈഹി അൽആനിക്, അവന്റെ രണ്ട് ചെവിയിലും ഈയമൊരുക്കി ഒഴിക്കപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സൂക്ഷിച്ചോ, ഇതൊന്നും കേൾക്കണ്ട. നമുക്ക് അല്ലാഹു തആല ചെവി തന്നത് നല്ല കാര്യം കേൾക്കാൻ. ആ ബാങ്ക് കേൾക്ക്, അതിന് ഉത്തരം നൽകും. ഇപ്പൊ ബാങ്ക് വിളിച്ചാല് പള്ളിയിൽ പോകണമെന്നുള്ളത് ഉറപ്പാണല്ലോ. നാളെ അള്ളാഹുവിന്റെ അടുക്കലേക്ക് കൊണ്ടുപോയിട്ട് പടച്ചവനൊന്ന് വിളിക്കും, ബാ എല്ലാരും ബാ എന്റെ അടുക്കൽ ഒന്ന് സുജൂദ് ചെയ്തിട്ട് പോ. എന്തായാലും നിങ്ങൾക്ക് ഞാൻ ദുനിയാവിൽ ഒരുപാട് ഗുണങ്ങളൊക്കെ ചെയ്തല്ലോ, ഒരുപാട് അനുഗ്രഹങ്ങൾ ഞാൻ ദുനിയാവിൽ ചെയ്തതല്ലേ. ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ സ്വർഗം തരാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരോടും ഒരു അനൗൺസ്മെന്റ് അല്ലാഹു തആല നടത്തും. നമ്മളെ നാളെ മഹ്ശറിൽ ഇങ്ങനെ നിർത്തി, ഫരീഖുൻ ഫിൽ ജന്ന വ ഫരീഖുൻ ഫിസ്സഈർ, ഒരാൾക്ക് സ്വർഗം, ഒരു കൂട്ടർക്ക് സ്വർഗം, ഒരു കൂട്ടർക്ക് നരകം. ഇതൊക്കെ ഇങ്ങനെ തീരുമാനിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം സമുദായമേ നിങ്ങളോട് വിളിക്കും. നിങ്ങൾ എനിക്ക് വേണ്ടിയാണല്ലോ ദുനിയാവിൽ സുജൂദ് ചെയ്തത്, ബാ ഒരിക്കൽ കൂടി എനിക്കൊന്ന് സുജൂദ് ചെയ്തിട്ട് നിങ്ങളൊന്ന് പൊയ്ക്കോ. ഇനി നിങ്ങൾ എന്നെ സുജൂദ് ചെയ്യേ വേണ്ട, എന്നെ ഓർക്കേ വേണ്ട. എല്ലാവരും ആവേശത്തോടെ ഇരിക്കണം അല്ലാഹയെ ഒന്ന് കാണാൻ, അവന്റെ മുന്നിൽ പോയി ഒന്ന് സുജൂദ് ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിക്കുകയാണ്. എല്ലാവരും ഒന്ന് ഒന്ന് എഴുന്നേറ്റ് വന്നേ, ഒന്ന് സുജൂദ് ചെയ്യും. ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ എന്ന് പറയുന്നു, എല്ലാവരും ഒന്ന് മുസാഫാത്ത് ചെയ്യാമെന്ന് പറഞ്ഞാൽ കുറച്ചുപേര് അങ്ങോട്ടങ്ങ് പോകും. ഒന്ന് സഹായിക്കും എന്ന് പറഞ്ഞാൽ കുറച്ചുപേര് സഹായിക്കും, കുറച്ചുപേര് സഹായിക്കാൻ പറ്റൂല. അപ്പൊ ഇതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ വിളിക്കാൻ, യൗമ യുക്ശഫു അൻ സാഖിൻ വയുദഊന ഇലാ സുജൂദ് വയുദഊന ഇലാ സുജൂദ് ഫലാ യസ്തതിഊൻ ഖാശിഅതൻ അബ്സാറുഹും തർഹഖുഹും ظില്ല ഖാശിഅതൻ അബ്സാറുഹും തർഹഖുഹും ظില്ല وقد كانوا يدعون إلى السجود وهم سالمون. അല്ലാഹു പറയുകയാണ്, യൗമ യുക്ശഫു അൻ സാഖിൻ, നാളെ നിങ്ങളുടെ മുട്ട് ഇഴയുന്ന ദിവസം, നിങ്ങൾ ഉരുകിക്കൊണ്ടിരിക്കുന്ന ദിവസം, നിങ്ങൾ നിലവിളിക്കുന്ന ദിവസം, 16 കോടി കിലോമീറ്ററുകൾ അപ്പുറത്ത് നിന്നുകൊണ്ട് നമുക്ക് വേണ്ടി വെളിച്ചം തരുന്ന ഈ സൂര്യൻ നാളെ നിന്റെ തലയ്ക്ക് മീതെ ഒരിച്ചാൻ അകലത്തിൽ കത്തിക്കൊണ്ടിരിക്കുന്ന ആ നിമിഷം അല്ലാഹു തആല നിന്നെ അർശിന്റെ തണലിൽ വന്ന് സുജൂദ് ചെയ്യാൻ നിന്നെ വിളിക്കുമ്പോൾ ഒരു കൂട്ടർ കിടഞ്ഞ് പരിശ്രമിക്കും, ഒക്കെ നോക്കും. ഈ ദുനിയാവിൽ വെച്ച് വളയാത്ത ഡിസ്കുകളൊക്കെ അവിടെ ഒന്ന് വളയ്ക്കാൻ വേണ്ടി പരിശ്രമിക്കും. ഈ ദുനിയാവിൽ വെച്ച് പള്ളിയിൽ വായെന്ന് പറഞ്ഞാൽ, ഉസ്താദേ എന്റെ ഡിസ്കിൽ ഞാൻ ഭാരം തൂക്കിയിട്ടിരിക്കുകയാണ്, വളയ്ക്കാൻ പറ്റൂല ഉസ്താദേ എന്ന് ഈ ഉസ്താദിനോട് പറഞ്ഞ് കുമ്പസരിച്ചിട്ട് പിറകോട്ട് പോകുന്നവരെ അല്ലാഹു നിന്നെ വിളിക്കും, ഒന്ന് വാ, നിന്റെ ഡിസ്കിനിപ്പോ ഒരു കുഴപ്പമില്ല, ഞാൻ പരിപൂർണമായ ആരോഗ്യം നൽകിയിരിക്കുകയാ, ഒന്ന് വാ, ഒന്ന് സുജൂദ് ചെയ്തിട്ട് ഇതിലെ അങ്ങ് കയറിപ്പോയിക്കോ. ഒരുപാട് പേര്
സുജൂദിലേക്ക് വരും. പക്ഷേ കുറെ പേര് ഓടാൻ നോക്കും, കുനിയാൻ നോക്കും, സുജൂദ് ചെയ്യാൻ നോക്കും. ഫലാ യസ്തതിഊൻ, അവരെ കൊണ്ട് അതിന് കഴിയുകയില്ല, അവരെ കൊണ്ട് കഴിയുകയില്ല. ഇമ്പോസിബിൾ ആണ്, അസാധ്യമാണ്, അസാധ്യമാണ്. ഖാശിയതൻ അബ്സാറുഹും തർഹഖും ദില്ല, അവരുടെ മുഖമെല്ലാം കറുത്ത് കരിവാളിച്ച് പടച്ചവന്റെ ദർബാറിൽ നാണം കെട്ട് ലജ്ജയോടെ മുഖം കുനിച്ചുകൊണ്ടവർ നിൽക്കുമ്പോൾ തർഹഖും അബ്സാറുഹും തർഹഖും ദില്ല, നിന്ദ്യനായി നികൃഷ്ടനായി അവന്റെ മുഖം ഒന്ന് ഉയർത്തി പടച്ചവന്റെ സിംഹാസനത്തിലേക്ക് നോക്കാൻ പോലും കഴിയാതെ ലജ്ജിച്ചു നിൽക്കുമ്പോൾ അല്ലാഹു ഇവനെ വിളിക്കും. പക്ഷേ കഴിയില്ല, കഴിയില്ല, കഴിയില്ല. എന്തുകൊണ്ട്? വഹും സാലിമൂൻ വഖദ് കാനൂ യുദ്ഊന ഇല സുജൂദ് വഖദ് കാനൂ. സഹോദരാ, എന്തേ നിനക്ക് കഴിയാത്തത്? എന്തേ നിനക്ക് കഴിയാത്തത്? ഖദ് കാനൂ, കഴിഞ്ഞുപോയി, കഴിഞ്ഞുപോയി. യുദ്ഊന, നിന്നെ ക്ഷണിക്കപ്പെട്ടിരുന്നു, പള്ളിയിലേക്ക് വിളിക്കപ്പെട്ടിരുന്നു, പള്ളിയുടെ മിനാരത്തിൽ നിന്ന് നിന്റെ ശ്രവണപുടങ്ങൾ തളച്ച് കയറിയില്ലേ ഭാഗ്യന്റെ മധുരമായ ധ്വനി. വഹും സാലിമൂൻ, അന്ന് നിനക്ക് ഒരു രോഗവുമില്ലായിരുന്നു, ഡിസ്കിന് കുഴപ്പമില്ലായിരുന്നു, മുട്ടുകാലിന് പ്രശ്നമില്ലായിരുന്നു, നാട്ടിലൊരു പ്രശ്നവുമില്ലായിരുന്നു. ഒരു രോഗമില്ലാത്ത പരിപൂർണമായ ആരോഗ്യമുള്ള അവസ്ഥയിൽ അരോഗ ദൃഢഗാത്രനായി വീട്ടിൽ കിടന്ന് ഉറങ്ങുമ്പോൾ നിന്നെ എന്റെ സമക്ഷത്തിലേക്ക് വരാൻ ക്ഷണിച്ചപ്പോൾ എന്തേ നീ വരാഞ്ഞത്? വഖദ് കാനൂ യുദ്ഊന ഇല സുജൂദി വഹും സാലിമൂൻ. നല്ല ആരോഗ്യമുള്ള അവസ്ഥയിൽ നിന്നെ വിളിച്ചപ്പോ നീ വന്നില്ലല്ലോ, അതുകൊണ്ട് ഇപ്പോ നിനക്ക് കഴിയില്ല, കഴിയില്ല. ഫലാ യസ്തതിഊൻ. അതുകൊണ്ട് നബിയെ ഒന്ന് പറഞ്ഞേരെ, ഒന്ന് പറഞ്ഞേരെ. നാളെ ഇവരെല്ലാം എന്റെ മുന്നിലേക്ക് വരുമ്പോൾ, എന്റെ അടുക്കൽ സുജൂദ് ചെയ്യാൻ ഞാൻ ക്ഷണിക്കുമ്പോൾ അധ്യക്ഷ പീഠം അലങ്കരിക്കുന്നത് ഞാനായിരിക്കും. അന്ന് ഞാൻ ക്ഷണിക്കുമ്പോൾ ഇവർ വരാത്തവരുണ്ടല്ലോ, ഒന്ന് താക്കീത് ചെയ്തേരെ. എത്ര പറഞ്ഞിട്ടും പള്ളിയുമായി ബന്ധമില്ലാത്തവരെ കുറിച്ച് അല്ലാഹു തന്നെ മറുപടി പറയട്ടെ. ഫദർനീ വമൻ യുകല്ലിബു ഹാദൽ ഹദീസ് സനസ്തദ്രിജുഹും മിൻ ഹൈതു ലാ യഅലമൂൻ. ഫദർനീ വമൻ യുകല്ലിബു ഹാദൽ ഹദീസ് സനസ്തദ്രിജുഹും മിൻ ഹൈതു ലാ യഅലമൂൻ വഉംലി ലഹും ഇന്ന കൈദീ മതീൻ. എന്റെ ദൃഷ്ടാന്തങ്ങൾ അവരുടെ മുന്നിലുണ്ട്, എന്റെ ദൃഷ്ടാന്തങ്ങൾ അവരുടെ മുന്നിൽ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് പ്രത്യേകമായ ആളുകളെ നിയോഗിച്ചിട്ടുമുണ്ട്. അതെല്ലാം പഠിച്ചിട്ടും കേട്ടിട്ടും മനസ്സിലാകാത്തവരെ വിട്ടേക്കൂ നബിയെ, ഇങ്ങോട്ട് വിട്ടേറെ, അവന്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. അവന് ഞാൻ കുറെ ആയസ് നീട്ടിക്കൊടുക്കും, കുറെ ആയസ് ദീർഘിപ്പിച്ചു കൊടുക്കും. സുഖലോലുവനായി കഴിഞ്ഞുകൂടും, ആരോഗ്യമുള്ളവനായി കഴിഞ്ഞുകൂടും. നമസ്കരിക്കാൻ പോകുന്നവന് ദാരിദ്ര്യം നൽകുമ്പോൾ നമസ്കരിക്കാത്ത സഹോദരാ, നിനക്ക് ഞാൻ ധന്യത നൽകി നിന്നെ ഞാൻ ഈ ദുനിയാവിൽ പരീക്ഷിക്കും. ഇന്ന കൈദീ മതീൻ. എന്റെ പിടിയുണ്ടല്ലോ, എന്റെ തന്ത്രമുണ്ടല്ലോ, എന്റെ തന്ത്രം പിഴച്ചു പോകില്ല ഹബീബേ. ഒന്ന് പറഞ്ഞു മനസ്സിലാക്കിക്കൊട്. എന്റെ വിളിക്കുത്തരം നൽകാത്തവർക്ക് ഈ സമയത്ത് എന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ കഴിയില്ല. തീരുമാനിച്ചോ? സത്യമാണ്, സത്യമാണെന്നൊന്നുകൂടെ പറഞ്ഞേരെ, ഒന്നുകൂടെ പറഞ്ഞേരെ. നബിതങ്ങൾക്ക് അല്ലാഹു അറിയിച്ചു കൊടുക്കുക, ഒന്നുകൂടെ പറഞ്ഞേരെ. എല്ലാ പ്രവാചകന്മാരോടും ഈ ഒരു കാര്യത്തിൽ ബഹുമാനപ്പെട്ട പ്രവാചകന്മാരോട് അല്ലാഹു തആല കർക്കശത പുലർത്തിയിരുന്നു. നിസ്കരിക്കണം, എല്ലാവരും നിസ്കരിക്കണം, എന്നെ ആരാധിക്കണം. ആദർശത്തിൽ ഒന്നായിരുന്നു ആദം മുതൽ മുഹമ്മദ് മുസ്തഫ തങ്ങൾ വരെ. ആദർശം ഒന്ന്, അള്ളാഹു ഒരുവനാണ്, ആരാധിക്കണം, അവനല്ലാതെ അവനെയല്ല മറ്റാരെയും ആരാധിക്കരുത്. ആരാധന രീതികൾ വ്യത്യാസം വരാം, എങ്കിലും നമസ്കാരത്തെ കുറിച്ച് എല്ലാ പ്രവാചകന്മാരോടും അള്ളാഹു തആല കൽപ്പിച്ചിരുന്നു. ഇബ്രാഹിം നബിയോട് കൽപ്പിച്ചില്ലേ? വഅൗഹൈനാ ഇലൈഹിം ഫിഅലൽ ഖൈറാത്തി വഇഖാമസ് സ്വലാത്തി വഇതാഅസ് സകാത്ത്
وكانوا لنا عابدين. ഇഖാമ സ്വലാത്ത് വരുമ്പോൾ മാത്രം കേട്ടാൽ മതി, അർത്ഥം പറഞ്ഞ് വിശദീകരിക്കാൻ സമയമില്ല, കുറെ കൂടെ കാര്യം പറയാനുണ്ട്. ഇബ്രാഹിം നബിയോടുള്ള മുന്നറിയിപ്പ്, ഇസ്മായിൽ നബിയോടോ, ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോടുള്ള മുന്നറിയിപ്പ്. കാന യഅ്മുറു അഹ്ലഹു ബിസ്സലാത്തി വസ്സകാത്ത് വകാന ഇൻദ റബ്ബി മർദിയ്യാ. നബിയോടും കുടുംബത്തോടും നമസ്കരിക്കാൻ അള്ളാന്റെ ഓർഡർ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഖൗമിനോട് ഓർഡർ. وآتيتم الزكاة وآمنتم برسلي وعزرتموهم وأقرضتم الله قرضا حسنا لأكفرن عنكم سيئاتكم. നീണ്ടുപോകുന്ന ആയത്ത്. നിങ്ങൾ നമസ്കരിച്ചാൽ, നിങ്ങൾ സക്കാത്ത് കൊടുത്താൽ, ഈ പ്രവാചകനെ അംഗീകരിച്ചാൽ നിങ്ങളുടെ പാപങ്ങളെല്ലാം പൊരുത്തപ്പെട്ടുകൊണ്ട് സ്വർഗീയ ആരാമത്തിൽ പ്രവേശിപ്പിക്കാമെന്ന് അള്ളാഹുവിന്റെ ഓർഡർ. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് വജഅലനീ മുബാറകൻ ഐനമാ കുൻത് വഔസാനീ بالصلاة والزكاة ما دمت حيا. ഞാൻ എവിടെയായിരുന്നാലും എന്റെ റബ്ബ് എന്നെ പരിശുദ്ധനാക്കിയിട്ടുണ്ട്. മാത്രമല്ല എന്നോട് എന്റെ റബ്ബ് നമസ്കരിക്കാനും സക്കാത്ത് കൊടുക്കാനും പറഞ്ഞു. ഏ മുഹമ്മദേ, മുഹമ്മദിന്റെ അനുയായികളെ, നിങ്ങൾക്കും അല്ലാഹുവിന്റെ ഓർഡറാണ്. അലിഫ് ലാം മീം ദാലികൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൻ ലിൽമുത്തഖീൻ الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون. ഈ നമസ്കാരക്കാർ മുഹമ്മദിന്റെ അനുയായികളെ, നിങ്ങളോടാണ്. നിങ്ങൾ അങ്ങനെ നമസ്കരിച്ചാൽ നിങ്ങൾക്ക് എന്താണ് അല്ലാഹു നൽകുന്നത്? ഉലൈക അലാ ഹുദൻ മിർ റബ്ബിഹിം വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. അവർ ഹിദായത്തിന്റെ വഴികളിലാണ്, അവർ സത്സരണിയിലാണ്, അവർ വിജയത്തിന്റെ വഴിയിലാണ്. അവരെ അള്ളാഹു രക്ഷപ്പെടുത്തുമെന്ന് അള്ളാഹ് തന്നെ വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ പ്രഥമമായ ആ അധ്യായത്തിൽ, പ്രഥമമായ അധ്യായം. അപ്പൊ നമ്മള് ഫാത്തിഹ അല്ലേ? ഫാത്തിഹ ദുആ, ബാക്കിയുള്ളതെല്ലാം ഇജാബത്ത്. ഫാത്തിഹ സുആൽ, ബാക്കിയുള്ളതെല്ലാം മറുപടി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫാത്തിഹയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് പരിഹാരം ബാക്കിയുള്ള സൂറത്തുകളിലൂടെ അല്ലാഹു തആല നമുക്ക് നൽകിയിട്ടുണ്ട്. ആദ്യമായി പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വലിയ അധ്യായം നൽകി. അതിനൊരു പേര് വെച്ചു ബഖറ. എന്താ വെച്ചത്? ബഖറ. എന്താ അതിന്റെ അർത്ഥം? പശു. പശു എന്ന് പറഞ്ഞാൽ മൃഗം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ പൂർത്തിയാക്കിയത് സൂറത്തുൽ നാസ്. എന്താ അതിന്റെ അർത്ഥം? മനുഷ്യൻ. പശുവിൽ തുടങ്ങി മനുഷ്യനിൽ അല്ലാഹു തആല അവസാനിപ്പിച്ചു. എന്താ സുഹൃത്തെ? നമസ്കാരമില്ല, ഇബാദത്തില്ല, മൃഗതുല്യ ജീവിതം നയിച്ച മനുഷ്യ മക്കളെ, നിങ്ങൾക്ക് പരിശുദ്ധ ഖുർആൻ വലിയ വെളിച്ചമേകിക്കൊണ്ട്, നിങ്ങൾക്ക് നാഗരികത പഠിപ്പിച്ചുകൊണ്ട്, സംസ്കാരം പഠിപ്പിച്ചുകൊണ്ട്, നിങ്ങളെ അല്ലാഹുവിന്റെ വഴികളിലേക്ക്, മൃഗതുല്യ ജീവിതം നയിച്ച നിങ്ങളെ യഥാർത്ഥ മനുഷ്യനാക്കി പടച്ചവനിലേക്ക് നയിച്ച മുഹമ്മദ് മുസ്തഫ. അന്നദാസൻ சொன்னதுங்க, പശു ഇരുന്നാല് പാല് കിട്ടും, ഗുണമുണ്ട്. ചത്താലോ തോല് കിട്ടും. നമ്മളെ കൊണ്ട് എന്താ ഗുണം? ഇരുന്നാലും നിന്നെ കൊണ്ട് ഗുണം വേണമെങ്കിൽ നീ 5 നേരം നമസ്കരിച്ച് അല്ലാഹുമായി ബന്ധപ്പെട്. ഇല്ല എങ്കിൽ മണ്ണുപോലും നിന്നെ പിരാകും, ശപിക്കും. ദുനിയാവിലും വേണ്ട, ആഖിറവും വേണ്ട. ഹസ്റത്ത് ദുനിയാ വൽ ആഖിറ. നിന്നെ ഒന്ന് സുജൂദ് ചെയ്യാൻ അല്ലാഹു വിളിക്കുമ്പോൾ കഴിയില്ല സുഹൃത്തെ, കഴിയില്ല. അതുകൊണ്ട് ആ ഖുർആനാണ് നിന്നെ, ഈ മൃഗതുല്യ ജീവിതം നയിച്ച നിന്നെ മൃഗീയതയിൽ നിന്ന് മനുഷ്യത്വത്തിലേക്ക് കൊണ്ടെത്തിച്ചത്. അതുകൊണ്ട് അതിന്റെ പ്രഥമ അധ്യായത്തിൽ തന്നെ നമ്മുടെ അല്ലാഹു തആല പറഞ്ഞത്, സംസ്കാരത്തോടുകൂടി നിനക്ക് ജീവിക്കണമോ, സ്വർഗീയ ആരാമത്തിൽ നിനക്ക് പ്രവേശിക്കണമോ, ബാ
എന്റെ വഴിയിലേക്ക് വാ, എന്റെ മുന്നിൽ വന്ന് സുജൂദ് ചെയ്, എന്റെ മുന്നിൽ നിന്റെ നെറ്റി സമർപ്പിക്ക്, ഞാൻ നിനക്ക് എല്ലാ വഴികളും ചെയ്തു തരാം. അങ്ങനെ പ്രവാചകന്മാർക്ക് മുഴുവനും അല്ലാഹു തആല ഈ നിയമങ്ങൾ നൽകി. അതിനുശേഷം കുറെ ആളുകൾ വന്നു, നമ്മളെ പോലുള്ള OBC-കൾ. നമസ്കരിക്കുവോ വാങ്ങ് വിളിച്ചാല് അവരെ കുറിച്ച് അല്ലാഹു അടുത്ത് പറയാൻ പോണത്. فخلف من بعدهم خلف أضاعوا الصلاة واتبعوا الشهوات فسوف يلقون غيا إلا من تاب وآمن وعمل صالحا. ഇവർക്ക് ശേഷം വരുന്ന കുറെ ആളുകളെ സംബന്ധിച്ച് പള്ളിയുമായി ബന്ധമില്ല, നമസ്കാരവുമായി ബന്ധമില്ല, അല്ലാഹ് ആരെന്ന് ചോദിച്ചാൽ മറുപടി പറയാൻ പോലും അറിയില്ല. കേവലം കല്യാണത്തിനോ മരണത്തിനോ മാത്രം പള്ളിയുമായി, ഇസ്ലാമുമായി, പള്ളിയുമായി, ദീനുമായി ബന്ധപ്പെടുന്നവരെ നിങ്ങളെ കുറിച്ച് ഇതാ അല്ലാഹു പറയുകയാണ്. ഇതാ ഈ പ്രവാചകന്മാർ കൃത്യനിഷ്ഠതയോടുകൂടി അനുഷ്ഠിച്ചു പോയിരുന്ന ഈ ആരാധനകൾ അതെല്ലാം ഇതാ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് ഒരു കൂട്ടം ഇതാ കടന്നു വരികയാണ്. അവർ അവരുടെ നമസ്കാരങ്ങളെ പാഴാക്കിയവരാണ്. നബിയെ പറഞ്ഞു മനസ്സിലാക്കിക്കൊട്, ഈ നമസ്കാരത്തെ പാഴാക്കിയാൽ ഫസൗഫ യൽഖൗന ഗയ്യാ, ഗയ്യ് എന്ന നരകത്തിലേക്ക് നാം അവനെ വലിച്ചു കൊണ്ടിടുമെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു അറിയിക്കുകയാണ്. ഗയ്യ് എന്തായി? ഗയ്യ് എന്തായി? ഗയ്യ് അതിന് മുഫസ്സിരീങ്ങൾ തന്നെ പറയട്ടെ മറുപടി. ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, നമസ്കാരക്കാരിൽ ചിലരുണ്ട് എന്താ പറയാ, അങ്ങനെ ജമാഅത്ത് നിസ്കാരം അവിടെ നടക്കും, ഇവരിങ്ങനെ കടയിൽ ഇങ്ങനെ കച്ചവടം ചെയ്തിരിക്കും. ഷാഫി മതം അനുസരിച്ച് ചെയിൻ സർവീസിന് അനുവാദമുണ്ട്. ചെയിൻ സർവീസ് എന്താ? വെറുതെ നിസ്കരിച്ചോണ്ടിരിക്കാൻ പെടലിക്ക് ഒരെണ്ണം കൊടുക്കുക, അല്ലാഹു അക്ബർ. ഇവൻ നിസ്കരിച്ചോണ്ടിരിക്കുക, അവന്റെ പെടലിക്ക് ഒരെണ്ണം കൊടുക്കുക, അല്ലാഹു അക്ബർ. ഇവന് അടുത്തതിന് വരും ഒരെണ്ണം പെടലിക്ക് കൊടുക്കുക, അല്ലാഹു അക്ബർ. ഇങ്ങനെ നിസ്കരിച്ചോണ്ടിരിക്കും. ഇതുവരെ പുകർന്നു വന്നവൻ അടുത്ത അസറിന്റെ സമയമായി, അതുവരെ ഇങ്ങനെ ചെയിൻ സർവീസ്. ഇപ്പൊ ഇഷ്ടംപോലെ ചെയിൻ സർവീസ് ഉണ്ടല്ലോ. ഇതേപോലെ ഇങ്ങനെ ജമാഅത്ത് അവിടെ നടക്കും, നമ്മളിവിടെ അലസരായി കഴിഞ്ഞുകൂടും. നിങ്ങൾക്കുള്ള പരിഹാരം നിങ്ങളെ സംബന്ധിച്ചാണ് ഈ ആയത്ത് എന്ന് മുഫസ്സിരീങ്ങൾ പറയുന്നു. അപ്പൊ നിസ്കരിക്കാത്തവരോ അവരുടെ കാര്യം ചർച്ച ഇല്ലല്ലോ ഇസ്ലാമിൽ. അത് പറയണമെങ്കിൽ ഒരുപാട് സമയം എടുക്കും. നിസ്കരിക്കാത്തവരുടെ കാര്യം പോയി കട്ടപ്പോക പറഞ്ഞിട്ട് കാര്യമില്ല.